സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഇപ്പോൾ വല്ലാതെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ് പ്രചരണം. ഇനി 2 ദിവസം കൂടി മാത്രമേ പ്രചരണമുള്ളൂ. അപ്പോൾ ഈ 2 ദിവസം കൂടി പ്രചരണം നിൽക്കുന്ന ഈ അവസ്ഥയിൽ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടി തന്നെയാണ്, നല്ല രാഷ്ട്രീയ ചടുല തന്ത്രം തന്നെയാണ് കോൺഗ്രസും സന്ദീപ് വാര്യരും നടത്തിയിരിക്കുന്നതെന്ന് കാണാം. ഇനി എങ്ങനെയാണ്? കാരണം CPM-ന്റെ ചാരക്കണ്ണുകൾ സന്ദീപിന് പിന്നാലെ ഉണ്ടായിരുന്നു. സന്ദീപ് ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് പോകരുത് എന്ന് CPM-ന് നിർബന്ധമുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിയുന്നവരെയെങ്കിലും. അതിനുശേഷം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കാരണവശാലും സന്ദീപ് കോൺഗ്രസിലേക്ക് പോകരുത്, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകരുത് എന്ന് CPM-ന് ആഗ്രഹം ഉണ്ടായിരുന്നു. BJP-യിൽ തന്നെ നിൽക്കണം എന്നതായിരുന്നു CPM-ന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് പിന്നിൽ പാർട്ടി ചാരന്മാരെ CPM അയച്ചിരുന്നു. ആരൊക്കെയാണ് സന്ദീപിനെ കാണാൻ വരുന്നത്? സന്ദീപുമായിട്ട് ബന്ധപ്പെടുന്നവർ ആരൊക്കെയാണ്? സന്ദീപിന്റെ ഇടപെടലുകൾ ആരൊക്കെയായിട്ടാണ്? എന്നിട്ട് കോൺഗ്രസിലെ തന്നെ ചില പ്രമുഖ നേതാക്കളുടെ ചലനങ്ങളും വീക്ഷിക്കാൻ CPM ചാരന്മാരെ വിട്ടിരുന്നു. ഈ സന്ദീപ് വാര്യരുടെ അടുത്തേക്ക് ചാരന്മാരെ വിട്ടിരുന്നു. അതുപോലെ കോൺഗ്രസിലെ തന്നെ പ്രധാന നേതാക്കൾ, അതായത് ഷാഫി പറമ്പലിന്റെയും VD സതീശന്റെയും അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കളെല്ലാം പിന്നിൽ ഇവർ പോകുന്ന റൂട്ടുകൾ കൃത്യമായിട്ട് കണക്കാക്കണമെന്ന് നോക്കണമെന്ന് CPM നിർദ്ദേശം കൊടുത്തിരുന്നു. ആ ചാരന്മാരാണ്. പക്ഷേ ഈ ചാരന്മാരുടെ എല്ലാം CPM ചാരന്മാരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് വളരെ തന്ത്രപരമായി, ഒരുപക്ഷെ നല്ല വിജയകരമായ ഒരു തന്ത്രമാണ് CPM കളിച്ചിരിക്കുന്നത്. അത് ഒരു ഹരിഗോവിന്ദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട്. അവരുടെ KSPTA എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ സന്ദീപ് വാര്യരുമായിട്ട് വളരെ അടുപ്പമുണ്ട്, അവിടെ കുടുംബവുമായിട്ട് നല്ല അടുപ്പമുണ്ട്. കോൺഗ്രസ്സുകാരനാണെങ്കിലും അയാൾ വഴിയാണ് ആദ്യം ഈ കോൺഗ്രസ് സന്ദീപിനെ സമീപിച്ചതും സന്ദീപുമായിട്ട് ഒരു സമ്പർക്കം നടത്തിയതും. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊന്നും പോയില്ല. പോയി കഴിഞ്ഞാൽ CPM ഇങ്ങനെ ചാരക്കണ്ണിട്ടിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിനും അറിയാമായിരുന്നു. പിന്നെ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട തന്ത്രശാലിയുണ്ട്, ബെന്നി ബെഹനാൻ എന്ന നേതാവിനെയും ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ അവർ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ ബെന്നി ബെഹനാൻ ഇങ്ങനെ ചെയ്യുമെന്ന് CPM സ്വപ്നത്തിലും വിചാരിച്ചില്ല. ബെന്നി ബെഹനാൻ കുറെ കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമായിട്ട് അത്ര അടുപ്പത്തിലല്ല. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാൻ ഇതിലൊന്നും ഇടപെടുമെന്ന് CPM വിചാരിച്ചതുമില്ല. പക്ഷേ തന്ത്രപരമായി ഹരിഗോവിന്ദും ഈ ബെന്നി ബെഹനാനും കൂടെ ചേർന്നാണ് ഈ തന്ത്രങ്ങൾ മുഴുവനും ആവിഷ്കരിച്ചത്. ഈ സന്ദീപ് വാര്യരെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ CPM-ന് തലക്കിട്ടടി കിട്ടിയതുപോലെ ഒരുപക്ഷെ കൃത്യമായിട്ടും CPM 3-ാം സ്ഥാനത്ത് പോകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ചടുല നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം KC വേണുഗോപാലിന്റെ ചലനങ്ങളും CPM ശ്രദ്ധിച്ചിരുന്നു, ഷാഫി പറമ്പലിന്റെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ചാലക്കുടി MP ആയ ഈ ബെന്നി ബെഹനാനെ ആരും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം, സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പ് വഴക്കുകളൊന്നും തന്നെ തടസ്സമായില്ല. ഇനി ചിലപ്പോൾ ഗ്രൂപ്പുകൾ നേരത്തെ കൊണ്ട് ഇപ്പം മുരളീധരൻ എന്തൊക്കെയോ സന്ദീപ് വാര്യർ വന്നതിനെക്കുറിച്ച് തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നിപ്പോൾ കേൾക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അത് അയാൾ അങ്ങനെ ആയിരുന്നില്ലേ, ഇയാൾ ഇങ്ങനെ ആയിരുന്നില്ലേ, അന്ന് ഇങ്ങനെ പറഞ്ഞ ആളല്ലേ എന്നൊക്കെ മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സന്ദീപിനെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ടാകൂ. അതിനു മുമ്പ്, സന്ദീപിനെ എത്തിക്കുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അവർക്കുണ്ടായില്ല. A ഗ്രൂപ്പും I ഗ്രൂപ്പും അതുപോലെ വേണമെങ്കിൽ ഒരു തിരുത്തൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം, സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തിരുത്തൽ ഗ്രൂപ്പും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഈ തന്ത്രം മെനഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ തന്ത്രം വിജയകരമായ തന്ത്രം തന്നെയാണ്. എന്തായാലും അവരതിനെ പാലക്കാടൻ മിന്നൽ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഇട്ട ഓപ്പറേഷന്റെ പേരാണ് പാലക്കാടൻ മിന്നൽ. എന്തായാലും പാലക്കാടൻ മിന്നൽ വിജയിച്ചു. ഈ ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബെന്നി ബെഹനാനെ അക്കാര്യത്തിൽ നിയമിക്കുകയും ചെയ്തു. കോൺഗ്രസ് എന്തായാലും ഇനിയിപ്പോൾ ഒരു നല്ല ക്രൈസിസ് കൂടി മാറിക്കിട്ടി. കാരണം സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഇപ്പുറത്ത് വന്നിട്ട് CPM-ൽ വന്ന് സ്ഥാനാർത്ഥിയായതും, പിന്നെ ഒരു ഗോപിനാഥ് എന്ന് പറയുന്ന പ്രമുഖനായ നേതാവ് ഇപ്പുറത്ത് CPM-ൽ വന്നിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞതും ഒക്കെ ഈ കോൺഗ്രസിന് ഒരു ചെറിയ
പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു, ഒരു ക്രൈസിസ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ ക്രൈസിസ് എല്ലാം മാറുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ്, ഒരു തന്ത്രമാണ് കോൺഗ്രസ് പാലക്കാട് എടുത്തിരിക്കുന്നത്. പാലക്കാട് ഇനി സംഭവിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസ്സിൽ സന്ദീപ് വാര്യർ വന്നിട്ട് എന്തൊക്കെ സംഭവിക്കും, എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച്. എന്തായാലും പിന്നെ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയ പത്മജ പറഞ്ഞിരിക്കുന്നത് അത് ഈ സന്ദീപ് പറയുന്നത് പോലെ ഒരു സൗഹൃദത്തിൻ്റെ കുടുംബത്തിലേക്കും കടയിലേക്കല്ല പോയത്, വിദ്വേഷത്തിൻ്റെ കടയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പത്മജ അഭിപ്രായപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് പത്മജയുടെ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത്. കാരണം പത്മജയെ വെറുപ്പിച്ച് വിട്ടതാണെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ആ വെറുപ്പിച്ച് വിട്ടത് കൃത്യമായിട്ടും അറിയാം. നാളെ കെ മുരളീധരനും ഈ വെറുപ്പിക്കൽ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ കെ മുരളീധരൻ പാലക്കാട്ടേക്ക് വരാതിരുന്നത് ഈ വെറുപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ വന്നതിലും ചില അഭിപ്രായങ്ങൾ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ വെറുപ്പിക്കൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ കോൺഗ്രസിൻ്റെ മറ്റു കാര്യം. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇപ്പോൾ ക്രൈസിസ് എല്ലാം മാറി ഒന്നാം സ്ഥാനത്തെത്തും എന്നുള്ള ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടെയാണ് അവർ 2 ദിവസം കഴിയുമ്പോൾ പോളിംഗിലേക്ക് പോകുന്നത്.